പെരിയ കൊലപാതകം ഹീനവും ന്യായീകരിക്കാനാകാത്തതുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തെറ്റായ ഒന്നിനെയും ഏറ്റെടുക്കേണ്ട ബാധ്യത പാർട്ടിക്കില്ല. ചിലരുടെ വീണ്ടുവിചാരമില്ലാത്ത പ്രവൃത്തിയാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത്. കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കും. എന്നാൽ കോൺഗ്രസ് ക്രിമിനലുകളെ ആരും തള്ളിപ്പറഞ്ഞു കാണുന്നില്ലെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. കാസർഗോഡ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും അതിൽ ഇടതുപക്ഷത്തെയും അതിൽ തന്നെ പ്രത്യേകിച്ച് CPIM-നെയും അങ്ങേയറ്റം അപകീർത്തിപ്പെടുത്തത്തക്ക രീതിയിൽ ഇടപെടാൻ അവസരം കൊടുത്തത്, ആ അവസരമൊരുക്കിയത് ഇവിടെ നടന്ന 2 കോൺഗ്രസ് ചെറുപ്പക്കാരുടെ ഹീനമായ കൊലപാതകമാണ്. ആ കൊലപാതകം ഹീനമാണ്, ഒരു രീതിയിലും ന്യായീകരിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് തെറ്റായ ഒന്നിനെയും ഏറ്റെടുക്കേണ്ട കാര്യം പാർട്ടിക്കില്ല. അതുകൊണ്ടാണ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ഈ സംഭവം നടന്ന ഉടനെ തന്നെ അതിനെ തള്ളിപ്പറഞ്ഞത്. വിവരങ്ങളുമായി സണ്ണി ചേരുന്നുണ്ട്. സണ്ണി, പെരിയ കൊലപാതകം ഹീനവും ന്യായീകരിക്കാനാകാത്തതുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ തെറ്റായ ഒന്നിനെയും പാർട്ടി ഏറ്റെടുക്കേണ്ട ബാധ്യതയില്ലെന്നും കുറ്റവാളികൾക്കെതിരെ കടുത്ത നടപടിയെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്? അവന്തിക, നേരത്തെ തന്നെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും എടുത്ത നിലപാട് മുഖ്യമന്ത്രി ഇവിടെ കാസർഗോഡ് വീണ്ടും ആവർത്തിക്കുകയായിരുന്നു. 2 കോൺഗ്രസ് പ്രവർത്തകരുടെ കൊല നടന്നതിന് വെച്ച് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് കാസർഗോഡ് മുഖ്യമന്ത്രി എത്തുന്നത്. CPIM-ന്റെ പുതുതായി നിർമ്മിക്കുന്ന ജില്ലാ കമ്മിറ്റി ഓഫീസ് AKG മന്ദിരത്തിന് ശിലാസ്ഥാപനം നിർവഹിച്ച് നടത്തിയ പ്രസംഗത്തിലാണ് മുഖ്യമന്ത്രി പെരിയ കൊലപാതകത്തെ ശക്തമായ നിലയിൽ തന്നെ വീണ്ടും അപലപിച്ചത്. ഇത് അങ്ങേയറ്റം ഹീനമായിട്ടുള്ള ഒരു നടപടിയാണ്. നല്ല നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ LDF സർക്കാരും മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ അതിനെ അപകീർത്തിപ്പെടുത്തുന്ന നിലയിലുള്ള ഒരു സംഭവമായി പോയി ഈ സംഭവം. പെരിയയിലുണ്ടായ ഹീനമായ കൊലപാതകം, തെറ്റായ ഇത്തരം നടപടികളെ ഏറ്റെടുക്കാൻ പാർട്ടിയോ സർക്കാരോ തയ്യാറല്ല. ശക്തമായ നടപടി കുറ്റവാളികൾക്കെതിരെ ഉണ്ടാവും. അവരെ ഒരു തരത്തിലും പാർട്ടി സംരക്ഷിക്കില്ല, ഗവൺമെന്റ് സർക്കാർ സംരക്ഷിക്കില്ല. പോലീസിനും ജില്ലാ ഭരണകൂടത്തിനും എല്ലാ സ്വാതന്ത്ര്യവും ഇക്കാര്യത്തിൽ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് വളരെ വേഗത്തിൽ ഇതിൽ നേരിട്ട് പങ്കാളികളായ പ്രതികളെ പിടികൂടാനായത് എന്ന് മുഖ്യമന്ത്രി സൂചിപ്പിച്ചു. അതോടൊപ്പം തന്നെ എന്നാൽ ഒരു വിഭാഗം മാധ്യമങ്ങൾ പിന്തിരിപ്പന്മാരുടെ പ്രചാരണം ഏറ്റെടുക്കുകയും CPM-നെയും ഇടതുപക്ഷ സർക്കാരിനെയും അപകീർത്തിപ്പെടുത്താനും ശ്രമിക്കുകയാണ്. ഇത് ഇന്ത്യയിലാകെ ഇടതുപക്ഷത്തിന് നേരെ നടത്തുന്ന കുപ്രചാരണങ്ങളുടെ ഭാഗം തന്നെയാണ്. ബംഗാളിലും ത്രിപുരയിലും എല്ലാം ഇത് നേരിട്ടിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിലെല്ലാം പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ച ചരിത്രമാണ് ഇടതുപക്ഷത്തിനുള്ളത്. കേരളത്തിലെ ഇടതുപക്ഷത്തെ തകർക്കാനാണ് ഇത്തരം പ്രചാരണങ്ങൾ നടത്തുന്നത്. അക്രമത്തെ പാർട്ടി സർക്കാർ ശക്തമായി അപലപിച്ചിട്ടും പ്രതിക്കൂട്ടിൽ നിർത്തി ആക്രമിക്കാനാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ നടത്തുന്ന ശ്രമം. ഇതിനെയെല്ലാം അതിജീവിക്കാൻ പാർട്ടിക്ക് കരുത്തുണ്ട്. കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിലാണ് CPIM-ഉം ഇടതുപക്ഷവും ജീവിക്കുന്നത്. അവരുടെ പിന്തുണയിലാണ് എക്കാലത്തും ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയിട്ടുള്ളത്. ഒരു വിഭാഗം മാധ്യമങ്ങളുടെ പിന്തുണയിലല്ല. അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം മാധ്യമങ്ങൾ ഇത്തരം കുപ്രചാരണങ്ങളെ ജനങ്ങൾ തള്ളിക്കളയും. സർക്കാരും പാർട്ടിയും മുന്നോട്ട് ശക്തമായി പോകും എന്ന് പിണറായി ഓർമ്മിപ്പിച്ചു. അവന്തിക, ശരി, വ്യക്തമാണ്. സണ്ണിയാണ് വിവരങ്ങൾ നൽകിയത്. ഹർത്താലുകൾക്കെതിരെ കടുത്ത നടപടിയുമായി ഹൈക്കോടതി. ഹർത്താലുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളിലും നേതാക്കളെ പ്രതിയാക്കാൻ ഹൈക്കോടതിയുടെ ഉത്തരവ്. യൂത്ത് കോൺഗ്രസിന്റെ മിന്നൽ ഹർത്താലുമായി ബന്ധപ്പെട്ട് 189 കേസുകളിലും ഡീൻ കുര്യാക്കോസ് പ്രതി. കാസർഗോഡ് ജില്ലാ നേതൃത്വവും പ്രതിക്കൂട്ടിൽ. ശബരിമല ഹർത്താലിലെ 990 കേസുകളിലും TP സെൻകുമാർ അടക്കമുള്ളവർ പ്രതികളാകും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സാലി മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, ഹർത്താലുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി കടുത്ത നടപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ബന്ധപ്പെട്ട എല്ലാ കേസുകളിലും നേതാക്കളെ പ്രതിയാക്കാൻ ഹൈക്കോടതി ഉത്തരവ് വന്നിരിക്കുകയാണ്. മറ്റു വിശദാംശങ്ങൾ കൂടി. അതായത് മിന്നൽ ഹർത്താൽ ആഹ്വാനം ചെയ്ത ഡീൻ കുര്യാക്കോസിനെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു നിർദ്ദേശം. അതായത് മിന്നൽ ഹർത്താലുമായി ബന്ധപ്പെട്ടുണ്ടായ എല്ലാ അക്രമ സംഭവങ്ങളിലും ഡീനിനെ പ്രതി ചേർക്കണം എന്നാണ് ഇപ്പോൾ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്.
അതായത് അന്നത്തെ യൂത്ത് കോൺഗ്രസ് അക്രമത്തെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾ ഡീൻ കുര്യാക്കോസിൽ നിന്ന് ഈ ഹർത്താലിന് ആഹ്വാനം ചെയ്ത ഡീൻ കുര്യാക്കോസിൽ നിന്ന് ഈടാക്കണം എന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അക്രമ സംഭവങ്ങൾക്ക് ഉത്തരവാദിയായ ഡീനെതിരെ പ്രേരണാ കുറ്റം ചുമത്തണം എന്നും പോലീസിനോട് കോടതി നിർദ്ദേശിച്ചിരുന്നു. ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്വമേധയാ ഒരു കേസെടുത്തിരുന്നു. ഡീൻ കുര്യാക്കോസ്, കാസർഗോഡ് UDF ജില്ലാ നേതാക്കളായ കമറുദ്ദീൻ, ഗോവിന്ദൻ നായർ എന്നിവർക്കെതിരെ. ഈ കേസിൽ 3 പേരോടും ഇന്ന് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു. ഈ 3 ഇന്ന് കോടതിയിൽ ഹാജരായപ്പോൾ ഡീൻ കുര്യാക്കോസ് ഉന്നയിച്ച ഒരു വാദം മിന്നൽ ഹർത്താൽ നിരോധിച്ച വിവരം തനിക്ക് അറിയില്ല എന്നായിരുന്നു. അപ്പോൾ കോടതി ചീഫ് ജസ്റ്റിസ് ചോദിച്ചു, താങ്കൾ LLB പഠിച്ച് പാസ്സായ ഒരാളല്ലേ എന്ന് ചീഫ് ജസ്റ്റിസ് മറുചോദ്യം ചോദിക്കുകയും ചെയ്തു. മാത്രമല്ല, ഈ യൂത്ത് കോൺഗ്രസ് ഹർത്താൽ ദിനത്തിൽ നടന്ന വ്യാപകമായ അക്രമങ്ങൾ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് സർക്കാർ ഇന്ന് കോടതിയിൽ സമർപ്പിച്ചു. അതിൽ പറയുന്നത് 2,65,200 രൂപയുടെ നാശനഷ്ടം ഈ അക്രമ സംഭവങ്ങൾ ഉണ്ടായി. KSRTCക്ക് മാത്രം 1,10,000 രൂപയുടെ വസ്തുവകൾ നശിപ്പിക്കപ്പെട്ടു. 189 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 4,430 പേർക്കെതിരെ കേസെടുത്തു. തുടങ്ങിയ കാര്യങ്ങൾ കോടതിയിൽ അറിയിച്ചു. അപ്പോഴാണ് കോടതി പറഞ്ഞത്, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളിലും ഡീനിനെ പ്രതിയാക്കണം. ഈ കേസ് ഇതുമൂലം ഉണ്ടായ നാശനഷ്ടങ്ങൾ ഡീനിൽ നിന്ന് ഈടാക്കണം എന്നും കോടതി ഉത്തരവിടുകയായിരുന്നു. സമാനമായ ഒരു കേസ് ഇന്ന് ഹൈക്കോടതിയിൽ മറ്റൊന്ന് വന്നത് ശബരിമല ഹർത്താലുമായി ബന്ധപ്പെട്ട കേസാണ്. അതിൽ കോടതി പറഞ്ഞിരിക്കുന്ന സുപ്രധാനമായ ഒരു തീരുമാനം, ശബരിമല ഹർത്താൽ ദിനത്തിലുണ്ടായ അക്രമ സംഭവങ്ങളുടെ പേരിലെടുത്ത എല്ലാ കേസുകളിലും ഡീൻ കുര്യാക്കോസിനെ യൂത്ത് കോൺഗ്രസ് കേസിൽ പ്രതിയാക്കിയതുപോലെ തന്നെ TP സെൻകുമാർ, KS രാധാകൃഷ്ണൻ തുടങ്ങി ശബരിമല കർമ്മസമിതി നേതാക്കളെയും BJP RSS നേതാക്കളെയും പ്രതിയാക്കണം എന്നാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അത് 990 കേസുകളിൽ ഈ നേതാക്കൾ പ്രതിയാകും എന്നാണ് ഇതുവരെ മനസ്സിലാക്കേണ്ടത്. സർക്കാർ ഇത് സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നു. ആ റിപ്പോർട്ടിൽ 990 കേസുകൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ഈ കേസുകളിലെല്ലാം ഈ നേതാക്കൾ പ്രതിയാകും. യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ആഹ്വാനം ചെയ്താലും അതുമായി ബന്ധപ്പെട്ട അക്രമങ്ങളിലെല്ലാം ഡീൻ കുര്യാക്കോസും ശബരിമലയുമായി ബന്ധപ്പെട്ടുണ്ടായ ഹർത്താലുകളും അതുമായി ബന്ധപ്പെട്ടുണ്ടായ അക്രമ സംഭവങ്ങളിൽ ശബരിമല കർമ്മസമിതി, BJP RSS നേതാക്കളും പ്രതികളാകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഹൈക്കോടതി വിധിയുടെ ഒരു ബാക്കി. ശരി, വ്യക്തമാണ്. സാലിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി മറ്റു വാർത്തകൾ നോക്കാം. മലപ്പുറം പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ തീപിടുത്തം. ആളപായമില്ല. ജനറേറ്റർ റൂമിനോട് ചേർന്നാണ് തീ പടർന്നത്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തീ അണച്ചത്. ആശുപത്രി കെട്ടിടത്തിൽ നിന്ന് രോഗികളെയും കൂട്ടിരിപ്പുകാരെയും ഒഴിപ്പിച്ചു. കനത്ത പുകയിൽ രോഗികൾക്ക് ശ്വാസതടസ്സം അനുഭവപ്പെട്ടത് ആശങ്ക പരത്തി. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് കരുതുന്നത്. ജനറേറ്റർ വലിയ ശബ്ദത്തിൽ പൊട്ടിത്തെറിച്ചാണ് തീ പടർന്നതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനയായ ജെയ്ഷെ മുഹമ്മദിനെ തള്ളിപ്പറഞ്ഞ് ചൈനയും. ഇതാദ്യമായി ജെയ്ഷെ മുഹമ്മദിന്റെ പേര് പരാമർശിക്കുന്ന ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിൽ പ്രമേയത്തിൽ ചൈന ഒപ്പുവച്ചു. പുൽവാമ ആക്രമണം ഹീനവും മൃഗീയവുമെന്ന് സുരക്ഷാ കൌൺസിൽ അപലപിച്ചു. തീവ്രവാദ പ്രവർത്തനം നേരിടാൻ ഇന്ത്യയെ എല്ലാ രാജ്യങ്ങളും സഹായിക്കണമെന്നും പ്രമേയം പറയുന്നു. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും പിന്തുണയോടെ ഫ്രാൻസാണ് സുരക്ഷാ കൌൺസിൽ യോഗത്തിൽ പുൽവാമ സ്ഫോടനത്തെ അപലപിച്ച് പ്രമേയം കൊണ്ടുവന്നത്. ശക്തമായ ഭാഷയിൽ സ്ഫോടനത്തെ അപലപിക്കുന്ന പ്രമേയം പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ പ്രവർത്തനങ്ങളെ അപലപിക്കുന്നതായി വ്യക്തമാക്കുന്നു. അത്യന്തം ഹീനവും മൃഗീയവുമാണ് പുൽവാമയിൽ സംഭവിച്ചത്. തീവ്രവാദ പ്രവർത്തനത്തെ നേരിടാൻ ഇന്ത്യക്ക് എല്ലാ രാജ്യങ്ങളും സഹായം നൽകണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നു. സ്ഥിരാംഗങ്ങളും അല്ലാത്തവരുമായ എല്ലാ രാഷ്ട്രങ്ങളും ഏകകണ്ഠമായി പ്രമേയം പാസാക്കി. തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ പേരോ ജെയ്ഷെ മുഹമ്മദിനെയോ പരാമർശിക്കുന്ന പ്രമേയങ്ങളെ എതിർക്കുന്ന ചൈനയും നിലപാട് മാറ്റി ഇന്ത്യക്ക് അനുകൂലമായി പ്രമേയത്തെ പിന്താങ്ങി. ചൈനയുടെ നിലപാട് മാറ്റം പ്രതീക്ഷയോടെയാണ് ഇന്ത്യ കാണുന്നത്. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസ്ഹറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള നീക്കത്തോട് ചൈന അനുകൂലമായി പ്രതികരിക്കുമെന്ന് ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മു കശ്മീർ സ്വദേശികൾക്ക് എതിരായി നടക്കുന്ന ആക്രമണങ്ങൾ തടയാൻ സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ഭീഷണി ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ നടപടിയെടുക്കാൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്കും DGPമാർക്കും കോടതി നിർദ്ദേശം നൽകി. ഇത് സംബന്ധിച്ച് 11 സംസ്ഥാനങ്ങൾക്ക് നോട്ടീസ് അയച്ചു. അക്രമം തടയാൻ ഇതിനകം സംസ്ഥാനങ്ങൾക്ക് അഡ്വൈസറി നൽകിയതായി കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. കശ്മീരികൾക്കെതിരായ അക്രമം തടയണമെന്നും സംരക്ഷണം ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ.
കേരളത്തിൽ ബി.ജെ.പിക്ക് ചരിത്ര വിജയമുണ്ടാകുമെന്ന് അവകാശപ്പെടുന്ന നരേന്ദ്രമോദി ധൈര്യമുണ്ടെങ്കിൽ ഇത്തവണ പത്തനംതിട്ടയിൽ മത്സരിക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ വെല്ലുവിളി. ശബരിമലയുടെ പേരിൽ കേരളത്തെ കലാപഭൂമിയാക്കാൻ ബി.ജെ.പി ശ്രമിച്ചപ്പോൾ യു.ഡി.എഫ് അതിന് കൂട്ടുനിന്നുവെന്നും കോടിയേരി വിമർശിച്ചു. കേരളത്തിൽ ബി.ജെ.പി ഇത്തവണ 0-ൽ നിന്ന് വലിയ മുന്നേറ്റമുണ്ടാക്കും, അധികാരത്തിൽ വരും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കേരളം ബി.ജെ.പി ഭരിക്കും എന്നാണ്. ഇത്ര ആത്മവിശ്വാസം നരേന്ദ്രമോദിക്കുണ്ടെങ്കിൽ, എല്ലാ സ്ഥലത്തും ജയിക്കുമെന്നാണ് കേരളത്തിലെന്ന് നരേന്ദ്രമോദി കാണുന്നുണ്ടെങ്കിൽ, മിസ്റ്റർ മോദി, നിങ്ങൾ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല ഉൾക്കൊള്ളുന്ന ഈ പത്തനംതിട്ടയിൽ വന്ന് മത്സരിക്കാൻ നരേന്ദ്രമോദിക്ക് ധൈര്യമുണ്ടോ? RSSകാർ അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ, അതിനവർക്ക് സാധിക്കുമോ? വെറുതെ ബഡായി അടിച്ച് ബി.ജെ.പിക്കാരെ വ്യാമോഹത്തിൽപ്പെടുത്തരുത്. അവരെങ്ങനെയോ ഇവിടെ കഴിഞ്ഞ് കൂടിക്കോട്ടെ. ബി.ജെ.പിക്കാരെ ഇളക്കി വിട്ട് കലാപം ഉണ്ടാക്കാമെന്നാണ് അവരുദ്ദേശിക്കുന്നത്. അത്തരം കലാപം ഉണ്ടാക്കാനൊന്നും ഈ കേരളത്തിൽ കഴിയില്ല. സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് വനഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കേണ്ട ആദിവാസികൾ ഉൾപ്പെടെയുള്ളവരുടെ വിശദാംശങ്ങൾ തേടി കേന്ദ്ര സർക്കാർ. സംസ്ഥാനങ്ങളിൽ ഒഴിപ്പിക്കൽ ഭീഷണി നേരിടുന്നവരുടെ കൃത്യമായ കണക്ക് അടിയന്തരമായി നൽകണം. ഉത്തരവിനെതിരായ എതിർപ്പ് പരിഗണിച്ച് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളുടെ യോഗം വിളിക്കാനും സാധ്യത. വനാവകാശ കേസിൽ ആദിവാസികൾക്ക് തിരിച്ചടിയായ വിധിക്ക് കാരണം സുപ്രീം കോടതിയിലെ കേന്ദ്ര സർക്കാരിന്റെ മൗനമായിരുന്നു. 16 സംസ്ഥാനങ്ങളിലെ 10 ലക്ഷത്തിലധികം കുടുംബങ്ങളെ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒഴിപ്പിക്കേണ്ട സാഹചര്യമുണ്ടാകുന്നത് കേന്ദ്ര സർക്കാരിന് രാഷ്ട്രീയമായി തിരിച്ചടിയുണ്ടാകും. ഈ സാഹചര്യത്തിലാണ് വിധിയുടെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്നവരുടെ വിവരശേഖരണത്തിന് കേന്ദ്ര ഗിരിവർഗകാര്യ മന്ത്രാലയത്തിന്റെ അടിയന്തര ഇടപെടൽ. വനാവകാശ നിയമപ്രകാരം രാജ്യത്ത് 19 ലക്ഷം ആദിവാസികൾക്ക് പട്ടയം നൽകിയതായാണ് കേന്ദ്ര സർക്കാരിന്റെ പക്കലുള്ള കണക്ക്. ഓരോ സംസ്ഥാനത്തും പട്ടയം നിഷേധിച്ചത് എത്ര പേർക്ക്, ഇതിൽ ആദിവാസികളും അല്ലാത്തവരും എത്ര പേർ, എന്തുകൊണ്ട് പട്ടയം നിഷേധിച്ചു തുടങ്ങിയ വിവരങ്ങൾ അറിയിക്കാൻ മന്ത്രാലയ സെക്രട്ടറി സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു. വൻതോതിൽ ആൾക്കാരെ ഒഴിപ്പിക്കേണ്ടി വന്നാൽ ഉത്തരവിനെതിരെ സാധ്യമായ എല്ലാ നടപടികളും പരിശോധിക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. വിവരങ്ങൾ ലഭിച്ച ശേഷം തുടർ നടപടി ചർച്ച ചെയ്യാൻ സംസ്ഥാനങ്ങളുടെ യോഗവും വിളിക്കും. കേരളത്തിൽ നിന്ന് 894 പേരാണ് ഒഴിപ്പിക്കൽ ഭീഷണി നേരിടുന്നത്. ജൂലൈ 24 മുൻപ് ഒഴിപ്പിക്കൽ പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകണമെന്ന കോടതി ഉത്തരവിനെതിരെ സംസ്ഥാനങ്ങളിലും പ്രതിഷേധം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. സ്വർണ്ണ വ്യാപാര മേഖലയിലെ നികുതി വെട്ടിപ്പിനെ കുറിച്ച് പീപ്പിൾ TV നടത്തിയ അന്വേഷണത്തിൽ ഒരു മൊത്ത വിതരണക്കാരൻ കൂടി ഒളിക്യാമറയിൽ കുടുങ്ങി. തൃശൂരിലെ ഐറൺ ഗോൾഡ് എന്ന ജുവലറിയുടെ നികുതി വെട്ടിപ്പ് ദൃശ്യങ്ങൾ സഹിതം ഞങ്ങൾ പുറത്തുവിടുകയാണ്. മൊത്തമായും ചില്ലറയായും സ്വർണ്ണ വിൽപ്പന നടത്തുന്ന ഈ സ്ഥാപനത്തിൽ നിന്നും ബില്ലില്ലാതെ യഥേഷ്ടം സ്വർണം ലഭിക്കും. മറ്റൊരു ജുവല്ലറിയിലെ നികുതി വെട്ടിപ്പിന്റെ വിവരങ്ങൾ കൂടി ഞങ്ങൾ പുറത്തു കൊണ്ടുവരികയാണ്. ചില്ലറ വിൽപ്പനയും മൊത്ത വിൽപ്പനയും നടത്തുന്ന തൃശൂരിലെ ഐറിൻ ജുവല്ലറിയിലാണ് ഇക്കുറി ഞങ്ങളുടെ ഒളിക്യാമറ ഓപ്പറേഷൻ. മൊത്ത വിതരണക്കാരാണെങ്കിലും ചില്ലറ വിൽപ്പനയും സമാന്തരമായി നടക്കുന്ന സ്ഥാപനമാണ് തൃശൂർ നഗരമധ്യത്തിലെ ഐറിൻ ജുവല്ലറി. ഒരേ കെട്ടിടത്തിൽ ഹോൾസെയിൽ വിഭാഗവും റീറ്റെയിൽ വിഭാഗവും 2 ഭാഗത്തായി പ്രവർത്തിക്കുന്നു. ആദ്യം ഞങ്ങൾ ചെന്നത് ഹോൾസെയിൽ വിഭാഗത്തിൽ. വലിയ അളവിൽ സ്വർണ്ണാഭരണങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും ഞങ്ങളെ റീറ്റെയിൽ വിഭാഗത്തിലേക്ക് പറഞ്ഞുവിട്ടു. ഒരു നെക്ലേസും ഒരു വളയും ഉൾപ്പെടെ 52 ഗ്രാം സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി. പണിക്കൂലി ഉൾപ്പെടെ 1,67,199 രൂപ. %3 GST ആയ 5,015 രൂപയും കൂടി ചേർത്ത് 1,72,214 രൂപ രേഖപ്പെടുത്തിയ ഒരു പേപ്പർ ഞങ്ങൾക്ക് ലഭിച്ചു. ഇതാണ് ഇവിടുത്തെ ബില്ല്. കടയുടെ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ പണമടയ്ക്കുന്നതിന് മുൻപ് നികുതി ഒഴിവാക്കി തരാമോ എന്ന് ചോദിച്ചപ്പോൾ മാനേജർ ഒരു മടിയുമില്ലാതെ അതിന് തയ്യാറാവുകയും ചെയ്തു. പോണ സമയത്താണെങ്കിൽ ഗവൺമെന്റ് നമുക്ക് പർച്ചേസ് ചെയ്ത് തരുന്ന സമയത്ത് 10-15 രൂപ മാർജിൻ ഉണ്ടാണ്. 5,000 കുറച്ച് തരാമെന്ന് പറഞ്ഞു. മറ്റാകുമ്പോൾ 20 ശരിയാണ്. 20-25 രൂപ വ്യത്യാസം വരുന്നുണ്ട്. 10 രൂപ വേണമെങ്കിൽ അവസാനിപ്പിക്കാന്ന് മാത്രം. GST കട്ടിയാണെങ്കിൽ ഒന്ന് കട്ടാക്കി തരാം. അല്ല, നമ്മൾ പറഞ്ഞ കാര്യമാണ്. കാര്യം പറഞ്ഞ് ചെയ്യുക, പറയാതെ ചെയ്യണതിൽ അർത്ഥമില്ലല്ലോ. നേരത്തെ നൽകിയിരുന്ന പേപ്പർ തിരികെ വാങ്ങി GST തുക എഴുതിയിരുന്നത് വെട്ടിക്കളഞ്ഞ് തിരികെ നൽകി. നികുതിയും കണക്കുമില്ലാതെയാണ് കച്ചവടമെന്നത് ഒരു വിഷയം. എന്നാൽ GST നൽകാൻ തയ്യാറായവരിൽ നിന്നും ഈടാക്കുന്ന നികുതി സർക്കാരിലേക്ക് എത്തുന്നുണ്ടോ എന്നാണ് ഇനി അറിയേണ്ടത്. ഈ പേപ്പറാണ് രേഖയെങ്കിൽ നികുതി എത്തേണ്ടിടത്ത് എത്തില്ല എന്നുറപ്പ്. ഇനി യഥാർത്ഥ ബില്ല് നൽകിയാലും അത് അക്കൗണ്ട് ചെയ്യപ്പെടുന്നുണ്ടോ എന്നറിയാനും സംവിധാനമില്ല. GST നിയമത്തിലെ പഴുതുകളാണ് അതിന് കാരണം.
നികുതി വെട്ടിച്ചുള്ള കള്ളക്കച്ചവടം എന്നത് മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം. പിരിക്കുന്ന നികുതി യഥാർത്ഥത്തിൽ സർക്കാരിലേക്ക് എത്തുന്നുണ്ടോ എന്നതും വിഷയമാണ്. തൃശൂരിൽ നിന്നും സാലി മുഹമ്മദ്. ഇടവേള. CPM സംസ്ഥാന സെക്രട്ടറി നയിക്കുന്ന ഇടതുപക്ഷ ജാഥ ആലപ്പുഴ ജില്ലയിൽ പ്രവേശിച്ചു. പുന്നപ്ര വയലാറിന്റെ മണ്ണിലെത്തിയ കേരള സംരക്ഷണ ജാഥയ്ക്ക് ഗംഭീര സ്വീകരണമാണ് ജില്ലയിൽ നൽകിയത്. പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ചെങ്ങന്നൂർ മണ്ഡലത്തിലെ മാന്നാർ പഞ്ചായത്തിലായിരുന്നു ആദ്യ സ്വീകരണം. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജഹാൻ, ഇന്ന് ആലപ്പുഴ ജില്ലയിൽ മറ്റെവിടെയൊക്കെയാണ് സ്വീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്? അവിടെ നിന്നുള്ള മറ്റു വിവരങ്ങൾ കൂടി. അവന്തിക, ഇന്നലെ വൈകിട്ടാണ് കോടിയേരിയുടെ ജാഥ ആലപ്പുഴ ജില്ലയിൽ പ്രവേശിച്ചത്. ചെങ്ങന്നൂർ മണ്ഡലത്തിന്റെ മാന്നാറിലായിരുന്നു ആദ്യ സ്വീകരണ യോഗം. അതിനുശേഷം ഇന്ന് രാവിലെ ഇപ്പോൾ മാവേലിക്കര മണ്ഡലത്തിലെ ചാരുമൂടാണ് അദ്ദേഹത്തിന്റെ യോഗം നടന്നുകൊണ്ടിരിക്കുന്നത്. ഉദ്ഘാടന പ്രസംഗം അദ്ദേഹം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും BJPയും അതോടൊപ്പം തന്നെ BJPയും കോൺഗ്രസും കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ പ്രവർത്തനങ്ങൾ അത് ഏത് തരത്തിലായിരിക്കും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് എതിരായി വരിക എന്നുള്ളത് വളരെ കൃത്യമായി രാഷ്ട്രീയപരമായും അതിന്റെ കാരണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് തന്നെയാണ് കോടിയേരി ബാലകൃഷ്ണൻ തന്റെ ഭാഗം വിശദീകരിക്കുന്നത്. പ്രധാനമായിട്ടും അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ BJP അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 890 സൈനികരാണ് ഇന്ത്യയിൽ മരണപ്പെട്ടത്. ഇതിന്റെയൊക്കെ കാരണം BJPയുടെ തെറ്റായ നയങ്ങൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ജവാന്മാർ കൊല്ലപ്പെടാൻ ഇടയായ സാഹചര്യവും ജവാന്മാരെ സാധാരണ 1000-ലധികം പേരെ വിമാനത്തിലാണ് കൊണ്ടുപോകേണ്ടിയിരുന്നത്. പക്ഷെ ഇപ്പോൾ സൈനിക വിമാനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ മറ്റു മന്ത്രിമാരും മാത്രമല്ല BJPയുടെ ദേശീയ അധ്യക്ഷൻ പോലും സൈനിക വിമാനത്തിലാണ് യാത്ര ചെയ്യുന്നത്. ഇത്തരത്തിൽ സൈനികർ സഞ്ചരിക്കേണ്ട വിമാനങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. മാത്രവുമല്ല വാജ്പേയി ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയൊരു ആക്രമണത്തിന് ചുക്കാൻ പിടിച്ച വ്യക്തിയെ ഇന്ത്യൻ ജയിലിൽ നിന്നും മോചിപ്പിക്കേണ്ടി വന്നത് അന്ന് വാജ്പേയി സർക്കാരാണ് അതിന് നേതൃത്വം നൽകിയത്. ഇത്തരത്തിൽ കേരള രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു കഴിഞ്ഞാൽ അവർ BJPയിൽ ചേരുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം മറ്റു സംസ്ഥാനങ്ങളിൽ BJP ഇപ്പോൾ ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിൽ MLA-മാർക്കാണ് ഭൂരിപക്ഷം. പക്ഷെ എങ്കിൽ പോലും അവർ BJPയിലേക്ക് ചാടുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ വളരെ രാഷ്ട്രീയ ബോധത്തോടെയുള്ള അല്ലെങ്കിൽ ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ജാഥയാണ് നമുക്കിപ്പോൾ ആലപ്പുഴ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ കാണാൻ സാധിച്ചത്. ജാഥ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഇനി കായംകുളം മണ്ഡലത്തിൽ പര്യടനം നടത്തുക. അതിനുശേഷം ഹരിപ്പാടും പിന്നീട് ആലപ്പുഴയിലുമാണ് ജാഥ ഇന്ന് സമാപിക്കുക. അവന്തിക. വ്യക്തമാണ് ഷാജഹാൻ. കോടിയേരി നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥ ആലപ്പുഴ ജില്ലയിൽ പര്യടനം തുടരുകയാണ്. വിവരങ്ങളാണ് ഷാജഹാൻ നൽകിയത്. ഇനി മറ്റു വാർത്തകൾ നോക്കാം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട. എയർ കസ്റ്റംസ് ഇന്റലിജൻസ് വിഭാഗം ഇന്ന് പുലർച്ചെ 3 കേസുകളിലായി 1 കോടിയോളം രൂപയുടെ സ്വർണം പിടികൂടി. ആകെ 3.25 കിലോ സ്വർണമാണ് പിടിച്ചെടുത്തത്. 2.5 കിലോ സ്വർണം ഇന്റർനാഷണൽ അറൈവൽ ടെർമിനലിലെ സ്ത്രീകൾക്കുള്ള ശുചിമുറിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു. ഇത്തിഹാദ് വിമാനത്തിൽ അബുദാബിയിൽ നിന്ന് വന്ന പാലക്കാട് സ്വദേശിയിൽ നിന്ന് 1 കിലോ സ്വർണം പിടിച്ചെടുത്തു. പാസ്റ്റ മേക്കറിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്വർണം. മൂന്നാമത്തെ സംഭവത്തിൽ 1/4 കിലോ സ്വർണം തൊടുപുഴ സ്വദേശിയിൽ നിന്നും പിടിച്ചു. ആകെ 3.25 കിലോ സ്വർണമാണ് കസ്റ്റംസ് ഇന്ന് പിടികൂടിയത്.